ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീധർ. ഇന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു മെഗാ ക്വിസ് കോമ്പറ്റീഷൻ മത്സരം നടത്താൻ വേണ്ടി പോകുന്നത് കൊയിലാണ്ടി ചെറിയമങ്ങാട് എന്ന സ്ഥലത്താണ്. അവിടെ ജ്ഞാനോദയ ഗ്രന്ഥശാലയുടെ ക്വിസ് മത്സരമാണ്. 10:30 അവിടെ എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ വഴിയിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ശ്യാംകൃഷ്ണ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാഷിനോട് പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ കൂടെ ഉണ്ടാവണം പരിപാടി കഴിയുന്നവരെ. ഓക്കെ. നമ്മൾ ഓടി എത്തിക്കുന്ന സമയത്ത് ഗംഭീര ട്രാഫിക് ജാമല്ല, ഗേറ്റ് അടവാണ്. പക്ഷെ എന്നാലും നമ്മളവിടെ എത്തും, കറക്റ്റ് സമയത്ത് എത്തുന്ന പ്രതീക്ഷിക്കുകയാണ്. ഭാഗ്യമുണ്ട്, ട്രെയിൻ വന്നു. ഇനി പെട്ടെന്ന് തുറക്കുന്ന പ്രതീക്ഷിക്കാം. ഗേറ്റ് തുറന്നു, മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ശമാഷ കാര്യത്തിലാണ് പ്രശ്നം. ശമാഷ 9 മണി മുതൽ വെയിറ്റ് ചെയ്യാണ് അവിടെ. ഓക്കെ, നമ്മളിതാ ഇവിടെ ജ്ഞാനോദയ ഗ്രന്ഥശാലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശമാഷ് ഇറങ്ങി. പിന്നെ നമുക്ക് പരിപാടി കാണാം. രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാണ്? സർ പ്ലീസ്. ആർ അശ്വിൻ, അനിൽ കുംബ്ലെ, ഹർഭജൻ സിംഗ്, മുഹമ്മദ് ഷമി. ആർ അശ്വിൻ, അനിൽ കുംബ്ലെ, ഹർഭജൻ സിംഗ്, മുഹമ്മദ് ഷമി. ഹർഭജൻ സിംഗ്. ഉറപ്പിച്ചു. മറ്റൊരു ഓപ്ഷനിലേക്ക് പോകണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നെ തേടി ഓഡിയൻസിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എത്തി. അനിൽ കുംബ്ലെ, കർണാടക അനിൽ കുംബ്ലെ. ഉറപ്പിക്കാം, മാറ്റമില്ല, അവർക്ക് മാർക്ക് വേണ്ട. ഉറപ്പല്ലേ? യെസ്. ഇവിടെ വെല്ലുവിളിയാണ്. അനിൽ കുംബ്ലെ എന്നത്ര ശരിയല്ലെങ്കിൽ ഞാൻ ആവേശം നീട്ടിവെടുത്ത മുടി ഞാൻ വ്യക്തമായാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ആഗ്രഹിച്ച് ആവേശം ആ മുടി അവിടെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കേണ്ട ആവശ്യമാണ്. റൈറ്റ് ആൻസർ അനിൽ കുംബ്ലെ. ശരിയായ ഉത്തരം. വള്ളത്തോളിനെ ലോക്ക് ചെയ്തിരിക്കുന്നു. സർ, ടീം നമ്പർ 1 ലോക്ക് ചെയ്തിരിക്കുന്നത് വള്ളത്തോളാണ്. വള്ളത്തോൾ ശരി ഉത്തരമാണോ നമുക്ക് നോക്കാം. സർ പ്ലീസ് ആൻസർ. യെസ്, റൈറ്റ് ആൻസർ. വള്ളത്തോൾ നാരായണമേനോൻ. പ്രകൃതിയെ കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം തരട്ടെ. സർ പ്ലീസ് ഓപ്പൺ ഫോർ വൺ. കേരളത്തിലെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഉണ്ട്: കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? ടൈമർ ഓടുന്നുണ്ട്, ശ്രദ്ധിച്ച് സൂക്ഷിച്ചുത്തരം പറയും. ഏത് ഭാഗത്താണ്? 6-7 സെക്കൻഡ് സമയം. കിഴക്ക് എന്നാണ് ഉത്തരം പറയുന്നത്. ഈ ചോദ്യം ഞാൻ തീർച്ചയായിട്ടും ഓഡിയൻസ് തരും. ഓഡിയൻസ്, കിഴക്കാണോ മലനാട് സ്ഥിതി ചെയ്യുന്നത്? തെക്ക്, വടക്ക് എന്ന് പറയുന്നു, കിഴക്ക് എന്ന് പറയുന്നു. വടക്ക് തന്നെയാണ്, ഉറപ്പാണ്. സർ പ്ലീസ് ഓപ്പൺ നമ്പർ. സർ, കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ആ പാലക്കാടേക്ക് പോകാനും ടീം 2 സമ്മതിക്കുന്നില്ല. 5 മാർക്ക് നേടിയിരിക്കുന്നു. നമുക്കറിയാം, പാസിംഗ് റൗണ്ടിലെ മനോഹരമായ ആദ്യത്തെ ലെവൽ സ്കോർ നേടിയത് ടീം 2 ആണ്. ഇനി ഉത്തരം: ഏത് വേഷത്തിലാണ് അരങ്ങേറുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷൻ: കരി, കത്തി, കറുത്ത താടി, ചുവന്ന താടി. കത്തി. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നീ 6 വേഷങ്ങളിൽ അരങ്ങേറുന്ന കലാരൂപമാണ് കഥകളി. ഇതിൽ ഈ കൈയിൽ നിന്ന് ഓടിയെത്തിയിരിക്കുന്നത് ടീം 3-നാണ്. ടീം 3-ന് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു.